എൻ്റെ വീട്ടിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. കടകളിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ മഞ്ഞ കളറായിരിക്കും, പക്ഷേ വീട്ടിൽ പൊടിച്ച പൊടി നല്ല ഓറഞ്ച് കളറാണ്. കഴിഞ്ഞ വർഷം പച്ചക്കറി തോട്ടത്തിൽ വലിയൊരു കഷ്ണം മഞ്ഞൾ വെച്ച് കൊടുത്തതാണ്. അത് ഇക്കൊല്ലം പറിച്ചുമ്പോൾ ഈ കാണുന്നതൊക്കെ ആ ഒരു കഷ്ണം മഞ്ഞളിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണിത്. അപ്പോൾ നിറയെ ഉണ്ടാവും. അപ്പോൾ അവിടെ വളക്കൂറുള്ള മണ്ണുള്ളായ കാരണമാവും ചിലപ്പോൾ ഇത്രയും അധികം കിട്ടിയത്. അപ്പോൾ ഞാനെന്ത് കാട്ടി, ഒരു കഷ്ണം മഞ്ഞൾ അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മഴ പെയ്ത് മുള വരുമ്പോൾ ഇത്തിരി വളമിട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അതുപോലെ ഞങ്ങളെ തൊടിയിലുണ്ടായിരുന്നു ഇതുപോലെ മഞ്ഞൾ, അതൊക്കെ പറിച്ചെടുത്തു ഞാൻ. പിന്നെ ഈ മഞ്ഞൾ നല്ല പുല്ലൊക്കെ അതിൻ്റെ വേലൊക്കെ ഉണങ്ങിയ ശേഷം മഞ്ഞൾ പറിക്കാൻ പാടില്ല, എന്നാലാണ് മഞ്ഞൾ മൂത്തിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അതൊക്കെ പറിച്ചതിന് ശേഷം അതിൻ്റെ പുല്ലും മണ്ണൊക്കെ കളഞ്ഞിട്ട് നല്ല മൂന്നോ നാലോ പ്രാവശ്യം നല്ല കഴുകിയെടുക്കണം. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ട് നല്ല ഇടക്കിടക്ക് കുടഞ്ഞിട്ട് നല്ലൊന്ന് വേവിച്ചിട്ട് പിന്നെ തണുത്തതിൻ്റെ ശേഷം അത് വലിയ വലിയ തള്ളയിലുണ്ടാവുക, അതൊക്കെ മുറിച്ച് 3-4 പീസാക്കിയിട്ട് മുറിച്ചിട്ട് വെയിലത്തിടുക. വെയിലത്ത് 2-3 ആഴ്ച ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഉണങ്ങി കിട്ടും. ഇത് ഉണങ്ങിയെന്ന് അറിയാം, എന്താ കാട്ടുമെന്നറിയാം, നല്ല പൊട്ടിച്ച് നോക്കിയാണ്, പൊട്ടിച്ചിങ്ങനെ പൊട്ടുകയാണെങ്കിൽ മഞ്ഞൾ ഉണങ്ങിയെന്ന് അർത്ഥം. അങ്ങനെ ഞാൻ പിന്നെ മില്ലിൽ പോയിട്ടാണ് പൊടിച്ചത്. പക്ഷേ മിക്സിയിലൊക്കെ പൊടിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ മില്ലിലാണ് പൊടിച്ചപ്പോൾ നല്ല മഞ്ഞൾ കിട്ടി. എന്തായാലും എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടും. പിന്നെ വിഷമിട്ടതും കളർ കൂട്ടിയതും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.